നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ? എന്നാൽ അതിനനുസരിച്ച് പണം അല്ലെങ്കിൽ മണി നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഇതിന് കാരണം നിങ്ങളുടെ ഉള്ളിലെ മണി ബ്ലോക്സ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ എളുപ്പത്തിൽ നിങ്ങളുടെ മണി ബ്ലോക്സ് മാറ്റി ഫിനാൻഷ്യൽ അബണ്ടൻസ് എങ്ങനെ അട്രാക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പേര് മായ. ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പണം എന്നത് വെറും ഒരു നോട്ടുകെട്ടുകൾ മാത്രമല്ല, അതൊരു എനർജിയാണ്. ഊർജത്തിന്റെ സ്വഭാവം എന്താണെന്നറിയോ? അതാണെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യുന്ന ദിശയിലേക്ക് അത് ഒഴുകും. സോ നമ്മൾ പണത്തിനെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രമാത്രം പണം നമ്മളിൽ വന്നു ചേരും. എന്നാൽ നമ്മുടെ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ബിലീഫ്സ്, വിശ്വാസങ്ങൾ, തെറ്റായ ധാരണകളും കാരണം ഇതൊരു ബ്ലോക്കിലേക്ക് മാറുന്നു. ഫോർ എക്സാമ്പിൾ, പുരാണങ്ങളിൽ പറയുന്നത് പോലെ ലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിലേക്ക് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ലക്ഷ്മി ദേവിയെ ആദരിച്ച് സ്നേഹിച്ച് നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ ലക്ഷ്മി ദേവി നമ്മളുടെ വീടുകളിൽ വരൂ. മറ്റൊരാള് ലക്ഷ്മി ദേവിയെ അംഗീകരിക്കുകയോ വെൽക്കം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി ആ വീട്ടിൽ കയറില്ല എന്നാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവിയെ ആദരിക്കാത്തത്? അതായത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ പണം കൂടുതൽ വരാത്തത്? നമ്മുടെ മനസ്സിലെ മെന്റൽ ബ്ലോക്കുകൾ കൊണ്ടാണ് നമുക്ക് കൂടുതൽ പണം അല്ലെങ്കിൽ മണി അട്രാക്ട് ചെയ്യാൻ കഴിയാതെ വരുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മൾ തന്നെ അറിയാതെ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സും ഒരു മെന്റൽ ബ്ലോക്കുമാണ്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കിടന്ന് കരയും, അയ്യോ എൻ്റെ കയ്യിൽ പൈസയില്ലേ, പൈസ തികയുന്നില്ലേ, എവിടെ നോക്കിയാലും കടം മാത്രമാണ്, എനിക്കൊന്നും തികയുന്നില്ലേ. നമ്മൾ പോലും അറിയുന്നില്ല ഇതിൻ്റെ ഏക കാരണം നമ്മളാണെന്നുള്ളത്. ഇന്ന് ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണുക. അതുപോലെ തന്നെ പ്ലീസ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തു നോക്കുക. നിങ്ങൾക്കതുകൊണ്ട് ഉപയോഗം അല്ലെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് മണി അട്രാക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ 100% ഉറപ്പ് പറയാം. ബിക്കോസ് ഞാൻ എൻ്റെ മണി ബ്ലോക്ക് മാറ്റാനായി ചെയ്തത് ഈ ടെക്നിക്സുകളായിരുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ഹോപ്പോനോപ്പോനോ പ്രെയർ ആണ്. അതിലൂടെ എങ്ങനെ നമുക്ക് മണി ബ്ലോക്ക് മാറ്റിയെടുക്കാം എന്നതാണ് പറയുന്നത്. സോ ആ ഹോപ്പോനോപ്പോനോ പ്രെയറിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് ആദ്യം മണി ബ്ലോക്കുകൾ എത്ര തരം ഉണ്ടെന്ന് നോക്കാം. 7 തരം മണി ബ്ലോക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് മണി കംസ് വിത്ത് ഡിഫിക്കൽട്ടി. അതായത് പൈസ വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പൈസ മരത്തെ കായ്ക്കുന്നതൊന്നുമില്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കേണ്ടത്. ഇത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ ഒരു നെഗറ്റീവ് ബിലീവായി മാറിയിട്ടുണ്ട്. പൈസ എന്ന് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഈസി ആയിട്ടുള്ള വഴി നോക്കും. അതായത് സാധാരണ ഏതെങ്കിലും ജോലിക്ക് പോകും, നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കും. കാരണം നമുക്ക് കൂടുതൽ പണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അത്രയൊക്കെ ചെയ്യാനുള്ള ഒരു ശക്തിയോ അല്ലെങ്കിൽ മനോബലമോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വളരെ സാധാരണ ജോലികളിൽ ഒതുങ്ങിക്കൂടും. ഇതൊരു ഭയങ്കര വലിയൊരു മെന്റൽ ബ്ലോക്കാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റണം. അതായത് മണി എന്നത് ആർക്കും എളുപ്പത്തിൽ നേടാൻ സാധിക്കും. മണി ക്യാൻ ബി ഏൺ എഫോർട്ട്ലെസ്ലി ആൻഡ് ഈസിലി എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ ബ്ലോക്കിനെ ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹൊപ്പോണൊപ്പോണോ പ്രെയർ കൊണ്ട് വളരെയധികം മാജിക്കുകൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, 100% നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏണിങ്സ് കൂടി വരും. നിങ്ങളുടെ മണി ബ്ലോക്കുകൾ മാറി വരുന്നതാണ്. രണ്ടാമതായി വാട്ട് ഐ ഹാവ് ഇസ് സഫിഷ്യൻറ്റ്. അതായത് എൻ്റെ കയ്യിൽ എത്ര പണം ഉണ്ടോ അതെനിക്ക് അത്യാവശ്യത്തിനുള്ളതാണ്. അതായത് എനിക്കിപ്പോൾ കിട്ടുന്നത് എൻ്റെ ആവശ്യത്തിനുള്ളതുണ്ട്, എനിക്കിതിൽ കൂടുതൽ വേണ്ട. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഈ മൈൻഡ് സെറ്റിനുള്ളിൽ. ഈ ആളുകൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും. ബട്ട് അവരോട് ചോദിക്കുവാണെങ്കിൽ പറയും, എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, എനിക്ക് ഇതിനപ്പുറം വേറൊന്നും വേണ്ട. ഇപ്പം നിങ്ങൾ അവരുടെ അടുത്തൊരു കോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന ഒരു സ്ട്രീം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോബിൽ കയറാം, നല്ലൊരു സാലറി കിട്ടുമെന്ന് പറഞ്ഞാൽ, ആ കോഴ്സിന് ഇനി ഞാൻ പൈസ ചിലവാക്കേണ്ട, അതിനു വേണ്ടി പൈസ എൻ്റെ കയ്യിലില്ല, എനിക്കിപ്പോൾ ഈ കിട്ടുന്നത് തന്നെ ധാരാളം. ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലുള്ള ആളുകളായിരിക്കും അവർ.
നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അത് മാറ്റി വെക്കുക. എന്തെന്നാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് മണി ബ്ലോക്ക് ആണ് ഉണ്ടാകുന്നത്, മണി അട്രാക്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ തോട്ടിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കുക. മൂന്നാമതെന്ന് പറയുന്നത് ഐ കാൻ ഹാൻഡിൽ എ ലോട്ട് ഓഫ് മണി. എനിക്ക് ഒരുപാട് പണം ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അതായത് എനിക്ക് ഒരുപാട് പണം എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, എങ്ങനെ സുരക്ഷിതമാക്കണം എന്ന് എനിക്കറിയില്ല. ഈ പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കൂടുതൽ സാലറി കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഞാൻ ഈ പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 10,000 രൂപ കിട്ടിയപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്കത് 25,000 രൂപ സാലറി ആയപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. ഇത് വലിയൊരു തുകയല്ലേ, എനിക്ക് ഇത്രത്തോളം തുകയ്ക്കുള്ളതുണ്ടോ, ഇത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇത്രയും തുക. അങ്ങനെ ഒരുപാട് ഞാൻ ചിന്തിച്ചിരുന്നു. അങ്ങനെയുള്ള പേടി കാരണം നമുക്കൊരു മെന്റലി ബ്ലോക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ആ 25,000 സാലറിയിൽ നിന്ന് മേളിലോട്ടൊരു സാലറിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പല പല ഡിഫിക്കൽട്ടീസ് വരും, നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് വരും. നമുക്ക് അങ്ങനെ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പോലും പറ്റാണ്ട് വരും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനൊരു ബ്ലോക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ നമുക്ക് ഈ പ്രയറിലൂടെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. അതുകൊണ്ട് നമ്മുടെ ഇൻകം കൂടി വരും. നമ്മളുടെ പല രീതിയിലുള്ള ഇൻകം, അത് ഏതുമാകട്ടെ, സാലറി ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം ആവട്ടെ, അതെല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. നാലാമതെന്ന് പറയുന്നത് മണി ഈസ് ദ റൂട്ട് ഓഫ് എവിൽ. അതായത് മണി കൂടിയാൽ, അതായത് പൈസ കൂടിയാൽ, പണ്ടുള്ളവർ പറയത്തില്ല, പൈസ കൂടിക്കഴിഞ്ഞാൽ സമാധാനം പോകും, പണം കൂടുമ്പോൾ എത്ര നല്ലവനായാലും അവൻ്റെ സ്വഭാവം ചീത്തയായി മാറും. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ പണ്ട് തൊട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകൾ മണി ബ്ലോക്ക് ഉണ്ടാക്കും. എത്ര നല്ല ഓപ്പർച്യൂണിറ്റി വരേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം അവരുടെ ലൈഫിൽ നിന്ന് ഓപ്പർച്യൂണിറ്റികൾ കുറഞ്ഞു വരികയും പിന്നീട് ഇല്ലാതാവുകയും ചെയ്യും. അഞ്ചാമത്തതെന്ന് പറയുന്നത് ഐ കനോട്ട് അച്ചീവ് ഫിനാൻഷ്യൽ ഫ്രീഡം. എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടില്ല എന്നൊരു ചിന്ത. അതായത് കോമൺ ആയിട്ടുള്ള പൊതുവെ ആളുകളുടെ ഒരു ചിന്തയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നത് മില്യനേഴ്സിനും ബില്യനേഴ്സിനും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്കതുകൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്കൊരു 30,000 രൂപ സാലറി കിട്ടുന്നുണ്ടെന്ന് വെച്ചോ, നിങ്ങളുടെ ചിലവൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു മാസം 10,000 രൂപ മിച്ചം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മന്ത്ലി സേവ് ചെയ്താൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷെ ആളുകൾ നോക്കുമ്പോൾ എന്താണ് നോക്കുന്നത്? എനിക്ക് 30,000 അല്ലേ ഉള്ളൂ, ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ വേണമെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപയൊക്കെ ഒരു വരുമാനം വേണ്ടേ എന്നൊരു ചിന്തയാണ് ആളുകളിലുള്ളത്. ആറാമത്തതെന്ന് പറയുന്നത് മണി കംസ് ആൻഡ് ഗോസ് വെരി ക്വിക്ലി. ഇത് പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കും ഉണ്ടായിരുന്നു. അതായത് ഒരു സൈഡിൽ കൂടെ പൈസ വരും അല്ലെങ്കിൽ മണി വരും, മറ്റേ സൈഡിൽ കൂടെ അത് അതേപോലെ പോകും. മന്ത്ലി ലാസ്റ്റ് ആകുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണുന്നൊരു പ്രശ്നമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായ മണി മാനേജ്മെൻറ്റ് അറിയാത്തത് കൊണ്ടാണ്. ഈ മണി മാനേജ്മെൻറ്റ് ഇല്ലാത്ത ആളുകൾക്കാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നത്. അതായത് അവർക്ക് എങ്ങനെ പൈസ ചിലവാക്കണം എന്നറിയില്ല, എത്രത്തോളം സേവ് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ചിലവാക്കണം, എത്ര ചിലവാക്കണം എന്നറിയില്ല, എവിടെ ചിലവാക്കണം എന്നറിയില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. ഈ ഒരു ബ്ലോക്കേജ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് മണി സേവ് ചെയ്യാനും വെൽത്തി ആകാനും പറ്റും. നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോസ്പെറിറ്റി കടന്നു വരും. ഏഴാമതെന്ന് പറയുന്നത് ഐ ആം നോട്ട് വർത്തി ഓഫ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി. എനിക്ക് ഒരുപാട് പണം സ്വീകരിക്കാനുള്ള അർഹതയില്ല. ഇത് വലിയ ഒരു മെന്റൽ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പണം കിട്ടാനുള്ള അർഹതയില്ലെന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ജോലികളിൽ പോകും. അതുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ നോക്കും. അതായത് അന്നേക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ നോക്കും. ഞാൻ ഒരു ജോലിയും ചെറുതോ വലുതോ ആയിട്ടൊന്നും പറയുന്നതല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസും മാന്യതയും എല്ലാം ഉണ്ട്, ഡിഗ്നിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ മണിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് നമ്മുടെ വരുമാനം എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്, നമ്മളിലേക്ക് കൂടുതൽ മണി എങ്ങനെ അട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക്ക്. അപ്പം നമുക്ക് കൂടുതൽ പണം കിട്ടാനുള്ള അർഹതയില്ല എന്നുള്ള തോട്ട്സ് പാടെ മാറ്റണം. അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വരും, ഒരുപാട് പ്രോസ്പെറിറ്റി വരും. നമ്മൾക്ക് ആർക്കാണ് അവനവൻ്റെ ലൈഫ് വളരെ നല്ല രീതിയിൽ പോകുന്നത് ഇഷ്ടമല്ലാത്തത്? നമുക്കിപ്പോൾ ഒരു 300 രൂപ ഡെയിലി കിട്ടുന്നുണ്ട്. ആ ഒരു വരുമാനം കൊണ്ട് ജീവിതകാലം മൊത്തം ജീവിക്കണോ? അതോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും നല്ലൊരു വരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതിലും വളരെയധികം പണം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ആരായാലും ഒന്ന് ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പം ഈ പറഞ്ഞ 7 മണി ബ്ലോക്കുകളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക. ഈ ഹോപ്പോനോപ്പോനോ പ്രെയർ ജസ്റ്റ് 5 മിനിറ്റ്സ് ചെയ്താൽ മതി. ഒരു 30 ദിവസത്തേക്ക്
രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ചെയ്യുക. ഉറപ്പായും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഈ പ്രെയർ കൊണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച ഒരു ടെക്നിക്കാണിത്. ഞാൻ ആദ്യം എൻ്റെ സാലറി എന്ന് പറയുന്നത് ഞാൻ തുടങ്ങുന്നത് 4500 രൂപയിലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് എനിക്ക് മന്ത്ലി ആവുന്ന പൈസ 3500 3800 രൂപയാവും. മിച്ചം വരുന്ന 500 അല്ലെങ്കിൽ 200 രൂപ അതായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു 3500 രൂപ സാലറിയിൽ നിന്ന് 4500 രൂപ സാലറിയിൽ നിന്ന് എനിക്കിപ്പം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഈ ഒരു ലെവലിലേക്ക് എന്നെ എത്തിച്ചിരിക്കുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്ത പല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ കൊണ്ടാണ്. അതിൽ വളരെ എഫക്റ്റീവായിട്ട് ഞാൻ ചെയ്ത ഒന്നാണ് ഈ ഹോപ്പനോപ്പോണോ പ്രെയർ. ആദ്യമായി ഹോപ്പനോപ്പോണോ പ്രെയർ എന്താണെന്ന് നോക്കാം. ഹോപ്പനോപ്പോണോ എന്ന് പറയുന്നത് ഹവായ് ഐലൻഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു തരം പ്രെയർ അല്ലെങ്കിൽ തെറാപ്പി അല്ലെങ്കിൽ ഹീലിംഗ് മെത്തേഡാണ്. ഈ പ്രെയർ കൊണ്ട് നമുക്ക് നമ്മളുടെ വെൽത്തിനെ, ഹെൽത്തിനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഒക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയും. ഇവിടെ ഞാൻ മണി ബ്ലോക്ക് എങ്ങനെ ഹോപ്പനോപ്പോണോ പ്രെയർ കൊണ്ട് മാറ്റാം എന്നതാണ് പറയുന്നത്. ഈ ഹോപ്പനോപ്പോണോ പ്രെയർ എന്ന് പറയുന്നത് അതിനകത്തൊരു 4 ലൈൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഐ ആം സോറി, അത് കഴിഞ്ഞ് പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 ലൈൻസാണ് ഈ ഹോപ്പനോപ്പോണോ പ്രെയറിൽ വരുന്നത്. ഐ ആം സോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ബ്ലോക്കുകൾ കൊണ്ട് എനിക്ക് അർഹതപ്പെട്ട മണി വന്നു ചേരാതിരിക്കുന്നതിന് ഞാൻ എന്നോട് തന്നെ സോറി പറയുന്നത്. അതായത് എൻ്റെ ഉള്ളിലുള്ള മെൻ്റൽ ബ്ലോക്ക് കൊണ്ടാണ് എന്നിലേക്ക് മണി വരാത്തത്. അതിന് ഞാൻ എന്നോട് തന്നെ സോറി പറയുന്നു. അതാണ് ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ, ഞാൻ അറിയാതെയാണ് ഈ ബ്ലോക്കുകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായതെങ്കിൽ കൂടി എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇപ്പോൾ മുതൽ 100% ഓപ്പൺ ആണ്. അൺലിമിറ്റഡ് മണി റിസീവ് ചെയ്യാൻ ഞാൻ റെഡിയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നതാണ് പ്ലീസ് ഫോർഗീവ് മീ. അടുത്തത് താങ്ക് യു. താങ്ക് യു ഫോർ എവ്രിതിങ് ഐ ഹാവ്. എനിക്ക് ഇതുവരെ ഒരുപാട് മണി തന്നതിനും ഇനിയും എന്നിലേക്ക് ഒരുപാട് മണി അട്രാക്ട് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഐ ലവ് യു. ഞാൻ ഈ നിമിഷം മുതൽ പണത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു. നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് വരില്ല. നമ്മൾക്കൊരു കാര്യത്തിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ സ്നേഹിക്കണം. അപ്പം പണത്തെയും നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് പണം വരത്തുള്ളൂ. സോ ഇന്ന് മുതൽ ഞാൻ ഈ പണത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു. ഐ ലവ് യു. ഇതാണ് പ്രെയർ. ഈ പ്രെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ, അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പും ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ സമയത്ത് ഭയങ്കര റിസീവിങ് മൂഡിലായിരിക്കും. ആ സമയം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മളൊരു ഭയങ്കര ഒരു റെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ മൈൻഡ് എന്തും റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന സമയമാണ്. അതേപോലെ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പതിയെ ഉറക്കത്തിലേക്ക് വീഴുന്നതും ആ ഒരു സമയവും ഭയങ്കര റിസീവിങ് പവറുള്ള സമയമാണ്. അപ്പം ഈ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ. ഇപ്പം അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം ഒരു നേരം മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ 2 നേരം മാത്രമേ ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രത്തോളം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അതിനെ ഈ പ്രെയർ ചെയ്യാനായിട്ട് ശാന്തമായിട്ടൊരിടത്തിരിക്കുക. വേറെ നോയ്സുകളോ അല്ലെങ്കിൽ ഒരു രീതിയിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല എന്ന് ഉറപ്പാക്കുക. അതായത് നിങ്ങൾ ശാന്തമായിട്ടൊരിടത്തിരിക്കുക. പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. അതേപോലെ ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുക. എപ്പോഴും നമ്മളൊരു കാര്യം റിസീവ് ചെയ്യാനിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കുമ്പോൾ നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കും, നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? അതേപോലെ നമ്മൾ മണിയെ അട്രാക്റ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുക. അതുപോലെ നമ്മളുടെ വലത് കൈ ഹൃദയഭാഗത്തിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് ആദ്യം 3 വട്ടം ശ്വാസം വളരെയധികം വലിയൊരു ശ്വാസം എടുക്കുക. അതായത് 3 വട്ടം ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. അതേപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അതേപോലെ 3 വട്ടം ചെയ്തതിന് ശേഷം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്: ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ആൻഡ് ഐ ലവ് യു.
ഇത് നിങ്ങൾ 5 മിനിറ്റത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക. ഇങ്ങനെ പറയുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അബണ്ടൻസ് ആയിട്ട്, അതായത് നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി റിസീവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുന്നതായിരിക്കും. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾ ഒരുപാട് മണി റിസീവ് ചെയ്യുന്നു, അത് ആ സന്തോഷത്തോട് നിങ്ങൾ റിസീവ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക. ഇത് കൂടുതൽ പവർഫുൾ ആകുന്നത് ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റ ഉടനും രാത്രി കിടക്കുന്നതിന് മുമ്പിട്ടുമാണ്. ഇപ്പം 5 മിനിറ്റ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കും ചെയ്യാം. ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ ഇത് രാവിലെയും വൈകിട്ടും മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കും. നടക്കുമ്പോഴോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായിരിക്കും ഞാനത് മനസ്സിലാലോചിക്കും ഈ പ്രാർത്ഥന. ഇത് നമുക്കൊരു 28 ഡേയ്സ് തൊട്ട് 30 ദിവസം വരെ ചെയ്യാം. അത് പൊതുവേ നമ്മൾ സൈക്കോളജിയിൽ പറയുന്നത് 21 to 28 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത്രയും ദിവസത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വളരെ പവർഫുൾ ആണെന്നാണ് പറയുന്നത്. മണി ബ്ലോക്ക് പെർമനന്റ് അല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ മണി ബ്ലോക്ക് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി വന്നു ചേരും. ഉറപ്പായിട്ടും ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു വിശ്വാസമുള്ളവർക്കാണെങ്കിൽ. അല്ലാത്തവർക്കായാലും ആർക്കായാലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടെ നിങ്ങളുടെ വീട്ടിലേക്ക് അബണ്ടൻസും പ്രോസ്പെരിറ്റിയും ഒരുപാട് വന്നു ചേരും. ഇതിന് ഞാൻ വളരെ താങ്ക്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. അത് എൻ്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് ചെയ്തത് ഈ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്കുണ്ടായ മാറ്റം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ അവർക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ മായ.